മീനമാസ പൂജയ്ക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കും. 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ളൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്. തീർത്ഥാടകർക്ക് സുഖദർശനം ഒരുക്കാനാണ് പുതിയ ദർശന രീതിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുജു. ഗുഡ് മോർണിംഗ് കാവ്യ. 8 മണിക്ക് മുൻപ് സുജുവിനെ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കും സുജു എവിടെ പോയി എന്ന്. അതിന് മുൻപേ സുജുവിന്റെ വാർത്തയുമായി നമ്മൾ അങ്ങ് എത്തിയതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ സുജു പറഞ്ഞോളൂ. കാവ്യ, ഒരു ചരിത്ര ദൗത്യത്തിനാണ് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പും ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഈ പുതിയ ദർശന രീതിയാണ് ഇന്ന് മീനമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുമ്പോൾ അവലംബിക്കുക. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. ആ സമയം മുതൽ തന്നെ തീർത്ഥാടകർക്ക് 18ാം പടി കയറി നേരിട്ട് ദർശനം നടത്തുന്നത്, അതായത് ഫ്ലൈ ഓവർ ഒഴിവാക്കി ദർശനം നടത്താനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 18ാം പടി ചവിട്ടിയ ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവർ മുഖേനയായിരുന്നു ദർശനം നടത്തിയിരുന്നത്. ഇനി മുതൽ അത് ഒഴിവാക്കിക്കൊണ്ട് കൊടിമരത്തിൻ്റെ വശങ്ങളിൽ കൂടെ തീർത്ഥാടകർക്ക് അയ്യപ്പനെ ദർശിക്കാൻ, അതുവഴി 2 നിരയായി പോയി അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുക. ഇതുവഴി 20 സെക്കൻഡോളം ഒരു അയ്യപ്പ ഭക്തന്, തീർത്ഥാടകനോ അല്ലെങ്കിൽ മാളികപ്പുറത്തിന് ഒക്കെ തന്നെ ദർശിക്കാൻ സാധിക്കും. മുമ്പ് 5 സെക്കൻഡ് മാത്രമായിരുന്നു സമയം ലഭിച്ചിരുന്നത്. 5 സെക്കൻഡിൽ താഴെ നമുക്കറിയാം, ഒരു ദൃശ്യം മനസ്സിലേക്ക് പതിയണമെങ്കിൽ ഏതാണ്ട് 3 സെക്കൻഡിൽ കൂടുതൽ, 4 സെക്കൻഡെങ്കിലും ആ ദൃശ്യം കാണണമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിന് അത്രമാത്രം ചെറിയൊരു ദൈർഘ്യം മാത്രമായിരുന്നു അയ്യപ്പനെ കാണാനുള്ള അവസരം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്കറിയാം, ആന്ധ്രയിൽ നിന്നൊക്കെ ദൂരെ നിന്ന് തീർത്ഥാടകരെത്തുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പിനാണ്. അവർ ഒരു 41 ദിവസത്തെ വ്രതം മാത്രമല്ല, അത്രയും വ്രതം നോക്കിയും ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന ആ തീർത്ഥാടകർക്ക് ചെറിയ നിമിഷം മാത്രം അയ്യപ്പനെ കാണാൻ അവസരമുള്ളായിരുന്നെങ്കിൽ ഇനി മുതൽ അത് 20 സെക്കൻഡിലേക്ക് ഉയരുമെന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ് നമ്മൾ ഓർക്കേണ്ടത്. എല്ലാ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും എന്തെങ്കിലും തരത്തിൽ വാർത്തകൾ കിട്ടുകയും അല്ലെങ്കിൽ അതിനെ സുവർണാസുരമാക്കാൻ കാത്തിരുന്ന ചില ആളുകൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും കഴിഞ്ഞ മകരവിളക്ക് തീർത്ഥാടന കാലം അതിനെ പ്രശംസിക്കുകയുണ്ടായി. ദേവസ്വം വകുപ്പിൻ്റെയും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെയും മുന്നൊരുക്കങ്ങളും അവർ നടത്തിയ ഇടപെടലിനെക്കുറിച്ചും. അത്തരം ഒരു മണ്ഡലകാലം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ പുതിയ ഒരു നീക്കമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇത് വിജയിക്കുകയാണെങ്കിൽ തുടർന്ന് മണ്ഡലകാലത്തിലേക്കും അല്ലെങ്കിൽ തുടർന്നുള്ള തീർത്ഥാടന കാലത്തെല്ലാം തന്നെ ഇത്തരത്തിൽ തന്നെ ദർശനം നടത്താനുള്ള അവസരമൊരുക്കും. തൽക്കാലം ഈ അതായത് 18ാം പടി ചവിട്ടാതെ സിവിൽ ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് മുമ്പ് ഏർപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്നാലും വളരെ സന്തോഷമുണ്ട്. ശബരിമലയെ സംബന്ധിച്ചോളം LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അടിസ്ഥാന വികസനത്തിലും അതുപോലെ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും ഏറെ മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഇടപെടലിനെയും അഭിനന്ദാർഹം തന്നെയാണ് കാവ്യ. പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും സുജു പൂർണ്ണമായൊരു വിജയമാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം സുഖദർശനം എന്ന, തീർത്ഥാടകരുടെ സൗകര്യം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി മണ്ഡലകാലത്ത് ഒരുക്കിയ ക്രമീകരണങ്ങളൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. പൂർണ്ണമായ വിജയം എന്നത് എതിർ രാഷ്ട്രീയ ചേരിയെ കൊണ്ടുപോലും പറയിപ്പിച്ച, ഒരു പരിഭവമില്ലാതെ തീർത്ഥാടനം സുഗമമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സർക്കാരിൻ്റെ മറ്റൊരു സംവിധാനം കൂടിയാണ്, ദേവസ്വം ബോർഡിൻ്റെ മറ്റൊരു സംവിധാനം കൂടിയാണ്, അല്ലേ? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് അതാണ് ചരിത്രപരമായ ദൗത്യമെന്ന് ദേവസ്വം ബോർഡ് തന്നെ എന്നെ വിശേഷിപ്പിക്കാൻ കാരണം. ആ തീർത്ഥാടകരെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കുക, ഒരു അയ്യപ്പനെ കാണുവാൻ വേണ്ടി എത്തുന്ന തീർത്ഥാടകർ, നമ്മൾ ശബരിമല സന്നിധാനത്ത് റിപ്പോർട്ടിങ്ങിനായി നിൽക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് മലയാളികളെ കുറച്ച് കാണുകയല്ല, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന തീർത്ഥാടകരുടെ ഒരു വിശ്വാസം, അവരത്രയും ദൂരം താണ്ടി എത്തുകയാണ് അയ്യപ്പ ദർശനത്തിനായി. അപ്പോൾ അവർക്കൊരു 4-5 സെക്കൻഡ് മാത്രം ദർശനം സാധിച്ചെന്നിടത്താണ് അത് 20 സെക്കൻഡായിട്ട് വർദ്ധിക്കുന്ന, തിരക്ക് കുറയുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ സമയം അവർക്ക് ദർശനം നടത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും. ഇത് തീർത്ഥാടകരെ സംബന്ധിച്ചോളം വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. കാവ്യ സൂചിപ്പിച്ച പോലെ സുഖദർശനം തീർത്ഥാടകർക്ക് നൽകുക, തീർത്ഥാടകരുടെ സന്തോഷമാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഏറ്റവും പ്രധാനം അവർ നൽകുന്ന ഒരു കാര്യം. അതുതന്നെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും കണ്ടത്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും സുജു.